വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സാഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണകരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യ ഈശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപത്തിന്റെ പഠനവേദിയിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഹാർദവമായ സ്വാഗതം. എല്ലാ ഭക്തജനങ്ങളുടെയും പാതാരവിന്ദങ്ങളിൽ എന്റെ വിനീതമായ പ്രണാമം. അതോടൊപ്പം തന്നെ ശ്രീ പ്രഭുവാദർക്കും ദേവതാസ്വാമി ഗുരു മഹാരാജനും എന്റെ വിനീതമായ പ്രണാമങ്ങൾ. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്ന 14-ാം അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. സത്വഗുണം, രജോഗുണം, തമോ ഗുണം. ഈ 3 ഗുണത്തിന്റെയും പ്രത്യേകതകള്, എപ്രകാരമാണ് ഈ 3 ഗുണങ്ങള് ഭൗതിക ലോകത്തില് ബന്ധിച്ചിരുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടുവരുന്നത്. ശ്ലോകം 12. ലോഭപ്രവൃത്തിരാരംഭഃ കർമ്മണാശമസ്പൃഹ രജസ്യേതാനി ജായന്തേ വിവൃതേ ഭരതർഷഭ. ലോഭപ്രവൃത്തിരാരംഭഃ കർമ്മണാം അശമസ്പൃഹ രജസ്യേതാനി ജായന്തേ വിവൃതേ ഭരതർഷഭ. ലോഭപ്രവൃത്തിരാരംഭ കർമ്മണാമശമസ്പൃഹ രജസ്യേതാനി ജായന്തേ വിവൃതേ ഭരതർഷഭ. ഹരേ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. ശ്ലോകം 12. ലോഭപ്രവൃത്തിയാരംഭ കർമ്മണാമശ്രമ സ്പൃഹ രജസ്യതാനി ജായന്തേ വിവൃദ്ധേ ഭരതർഷഭ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ലോഭപ്രവർത്തിരാരംഭ കർമ്മണാമശമസ്പൃഹ രജസ്യേതാനി ജായന്തേ വിവൃത്തേ ഭരതർഷഭ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ലോഭേ പ്രവൃത്തിരാരംഭ കർമ്മണാമശമസ്പൃഹ രജസ്യേതാനി ജായന്തേ വിവൃത്തേ ഭരതർഷഭ. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭുജി പ്രണാമം. ഓം നമോ ഭഗവതേ വാസുദേവായ. ലോഭപ്രവൃത്തിരാരംഭ കർമ്മണാമശമഃ സ്പൃഹ രജസ്യേതാനി ജായന്തേ വിവൃദ്ധേ ഭരതർഷഭ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 12. ലോഭപ്രവൃത്തിരാരംഭ കർമ്മണാമശമസ്പൃഹ രജസ്യേതാനി ജായന്തേ വിവൃത്തേ ഭരതർഷഭ. ഹരേ കൃഷ്ണ. ലോഭപ്രവൃത്തിരാരംഭ കർമ്മണാമശമസ്പൃഹ രജസ്യേതാനി ജായന്തേ പ്രവൃത്തേ ഭരതർഷഭ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ലോഭപ്രവൃത്തി ആരംഭ കർമ്മണാശമസ്പൃഹ രജസ്യേതാനി ജായന്തേ വിവൃത്തേ ഭരതർഷഭ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗുരുഭ്യോ നമഃ. ലോഭ പ്രവൃത്തിർ ആരംഭ കർമ്മണാം അശമസ്പൃഹ
രജസ്യേതാനി ജായന്തെ വിവൃത്വേ പരദർശഭ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗുരുഭ്യോ നമ. ലോഭ പ്രവർത്തിരാരംഭ കർമ്മണാമസ്മൃഹഃ രജസ്ഥാനി ജായന്തെ വിവൃദ്ധേ ഭരതർഷഭ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുവാദിന്റെ വിവർത്തനവും ഭാവാർത്ഥവും. ഭരതർഷഭ, ഹേ ഭാരതശ്രേഷ്ഠ, രജസി രജോ ഗുണം വിവൃദ്ധേ വർദ്ധിക്കുമ്പോൾ ലോഭ അതിയായ ആസക്തി, കർമ്മണാം പ്രവൃത്തി ഫലോദിഷ്ടമായ പ്രവർത്തനം, സ്പൃഹ അടക്കാവാനാവാത്ത ആഗ്രഹം, അശമ അസ്ഥിരത, കർമ്മണാം ആരംഭ കഠിനമായ പ്രയത്നം, ഏതാനി എന്നീ ലക്ഷണങ്ങൾ ജായന്തെ ഉണ്ടാകുന്നു. ഹേ ഭാരതശ്രേഷ്ഠ, രജോ ഗുണം വർദ്ധിക്കുമ്പോൾ അതിയായ ആസക്തി, ഫലോദിഷ്ടമായ പ്രവർത്തനം, അടക്കാനാവാത്ത ആഗ്രഹം, അസ്ഥിരത, കഠിനമായ പ്രയത്നം എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോ ഇവിടെ രജോ ഗുണത്തിന്റെ അധികതരം കൊണ്ട് ഒരു മനുഷ്യർക്ക് ഉണ്ടാകുന്ന 5 തരത്തിലുള്ള ദോഷങ്ങളെ കുറിച്ചിട്ടാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അവര് ഈ രജോ ഗുണത്തിലുള്ളവര് അവർക്ക് ഏതെങ്കിലും ഒരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അവരതിൽ ഒരിക്കലും സംതൃപ്തരാകില്ല. പ്രഭുവായൊരു ഉദാഹരണം പറയുന്നത് ദുര്യോധനന്റെ ഉദാഹരണമാണ് പറയുന്നത്. ദുര്യോധനന് എന്തെങ്കിലും കുറവുണ്ടായിട്ടാണ് അദ്ദേഹം ഈ പാണ്ഡവരെ ഇത്രയും തരത്തില് ദ്രോഹിച്ചത്. ഒരുപാട് തരത്തില് ദ്രോഹിച്ചവര് 6 തരത്തിലുള്ള അഗ്രസ്നെസ്സിനെ കുറിച്ചിട്ട് നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ പഠിച്ചിരുന്നു. ഏതൊക്കെ തരത്തിലാണ് ഈ ദുര്യോധനും കൂട്ടരും പാണ്ഡവരെ കഷ്ടപ്പെടുത്താനായിട്ട് ശ്രമിച്ചത് എന്നുള്ളത്. വിഷം കൊടുക്കുക, അവരുടെ സ്വത്ത് കയ്യേറുക, അതുപോലെ വെള്ളത്തിൽ കെട്ടിത്താഴ്ത്തുക, പിന്നെ പാണ്ഡവരുടെ പത്നി അതുപോലെ തന്നെ ഈ വസ്ത്രാക്ഷേപം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദുര്യോധനും കൂട്ടരും ചെയ്തിരുന്നു. എല്ലാം അധർമ്മപരമായിട്ടുള്ള പ്രവൃത്തികൾ. പിന്നെ ചൂതുകളി. അപ്പോ ഇതെല്ലാം തന്നെ രജസി, രജോ ഗുണത്തിന്റെ പ്രഭാവം കൊണ്ട് ഉണ്ടാകുന്നതാണ്. പിന്നെ സ്പൃഹ, അത് അടക്കാനാവാത്ത ആഗ്രഹം. എത്ര കിട്ടിയാലും മതിയാവില്ല, പിന്നെയും വേണം എന്നുള്ള ആ ഒരു ആഗ്രഹം. പിന്നെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം കർമ്മങ്ങൾ ചെയ്യാം. കർമ്മണാം പ്രവൃത്തി, എന്തെങ്കിലും ഫലം ഉദ്ദേശിച്ചുകൊണ്ടുള്ള മാത്രം കർമ്മം ചെയ്യാം. അതേസമയം ഭഗവത്ഗീതയിൽ ഭഗവാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 4-ാം അധ്യായത്തില് കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന. നിനക്ക് കർമ്മം ചെയ്യാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിന്റെ ഫലം പ്രതീക്ഷിക്കാനുള്ള ആ അധികാരമില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. എന്നാ ഏതെങ്കിലും ഒരു കർമ്മത്തിൽ അവർ ഉറച്ചു നിൽക്കുമോ? ഇല്ല, അതും അവരെ കൊണ്ട് പറ്റില്ല. അശമഹ, അവര് ഒരു പ്രവൃത്തി ചെയ്തിട്ട് അവർക്ക് തോന്നും, ഓ ഇത് പോരാ, നീ വേറെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ധനം ആർജിക്കാം എന്ന് തോന്നിയിട്ട് ഉടനെ തന്നെ അവര് വേറൊരു പ്രവൃത്തി ആരംഭിക്കും. അപ്പൊ എന്ത് പറ്റും? അസ്ഥിരത. ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അതൊട്ട് മുഴുമിക്കാനായിട്ട് സാധിച്ചില്ല, പുതിയ പ്രവൃത്തിയിൽ നിന്നും കിട്ടിത്തുടങ്ങിയിട്ടുമില്ല. അപ്പൊ അവിടെ അസ്ഥിരതയായി. പിന്നെ അവര് കർമ്മണാം ആരംഭ, കഠിനമായിട്ടുള്ള പ്രയത്നം. അങ്ങനെ അവരുടെ ആ ലോഭപ്രവൃത്തികൾ, അതിയായ ആ ആസക്തി, അത് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ കഠിനമായിട്ട് പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കും. ഈ കലിയുഗത്തിലെ കാര്യങ്ങളാണ് ഈ പറയുന്നതെല്ലാം തന്നെ നമ്മളെ പോലെയുള്ള മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോ ഇത് ഒന്നും തന്നെ മനുഷ്യന് സുഖമോ സന്തോഷമോ തരുന്ന പ്രവൃത്തികളല്ല.
ഇതാണ് ഈ രജോ ഗുണത്തിലുള്ളവരുടെ ലക്ഷണങ്ങൾ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? അശാന്തി. അവർക്ക് ഒരിക്കലും ശാന്തി ഉണ്ടാവില്ല. അത് ശാന്തി ഇല്ലാത്തത് നമുക്ക് എന്തെങ്കിലും കിട്ടാത്തത് കൊണ്ടല്ല, മറ്റുള്ളവർക്ക് എന്തെങ്കിലും കിട്ടുന്നത് കാണുമ്പോഴുള്ള ആ ഒരു അശാന്തി, അതും ഈ രജോ ഗുണത്തിലുള്ള ഒരു പ്രത്യേകതയാണ്. ഇപ്പോ പാണ്ഡവരുടെ 12 വർഷത്തെ വനവാസം കഴിഞ്ഞു, 13ാമത്തെ വർഷം അജ്ഞാതവാസം. അപ്പോ അത് കഴിയാറായപ്പോ ദുര്യോധനന് തോന്നി, ഇവരിപ്പോ ഈ അജ്ഞാതവാസം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ രാജ്യം വിട്ടുകൊടുക്കേണ്ടി വരുമല്ലോ. അതേസമയം അജ്ഞാതവാസത്തിൽ അവരെ കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ പിന്നെ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അജ്ഞാതവാസം മുറിഞ്ഞുപോയി. അപ്പൊ അതുകൊണ്ട് അവര് എവിടെയാണ് എന്ന് അന്വേഷിച്ചിട്ട് അദ്ദേഹം കിങ്കരന്മാരെ വിട്ടിട്ട് ഈ പാണ്ഡവരെ കുറിച്ചിട്ട് അന്വേഷിക്കാനായിട്ട് തുടങ്ങി. കാരണം എന്താണ്? അവരുടെ മനസ്സിന് ശാന്തിയില്ല. ശാന്തിയില്ലാത്തതെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല, മറ്റുള്ളവർക്ക് എന്തെങ്കിലും കിട്ടുന്നു എന്നുള്ള ആ ഒരു ചിന്ത വരുമ്പോൾ അവർക്ക് അശാന്തി ഉണ്ടാകുന്നു. എന്നാ അവർക്ക് കിട്ടുന്നത് അവരെ മറ്റുള്ളവർക്ക് കൊണ്ട് കൊടുക്കൂല. നമ്മള് ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് 11ാം സ്കന്ധത്തിലെ അവന്തി ബ്രാഹ്മണന്റെ കഥ. അദ്ദേഹം മഹാപിശുക്കനായിരുന്നു, ബ്രാഹ്മണനാണ് എന്നുണ്ടെങ്കിലും മഹാപിശുക്കനായിരുന്നു. ഒരുപാട് ധനം ആർജിച്ചു. ഈ ധനം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒന്നും തന്നെ കൊടുത്തിരുന്നില്ല, നാട്ടുകാർക്കും കൊടുത്തിരുന്നില്ല, അവനവന് വേണ്ടി ഉപയോഗിക്കുക അതുമില്ല. ഒരു പിച്ചക്കാരനെ പോലെ നടക്കും. അപ്പൊ ധനം ഉണ്ടായിട്ട് കാര്യമില്ല, അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കണം, എങ്കിൽ മാത്രമേ ആ ധനം കൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പൊ അയാളിങ്ങനെ സ്വരൂപിച്ച് വെച്ചിട്ട് എന്ത് പറ്റി? അവസാനം അത് ഇന്ന് ഒരുപാട് ധനം കുറെ കൊള്ളക്കാര് അടിച്ചുകൊണ്ട് പോയി, കുറെ ഗവൺമെന്റ് കണ്ടുകെട്ടി. പിന്നെ ബാക്കിയുള്ള എന്ത് പറ്റി? ആരോ അയാളുടെ കുടിയിൽ നിന്ന് തീ വെച്ചിട്ട് അത് മുതൽ ബാക്കിയുള്ളവർ കത്തി നശിക്കുകയും ചെയ്തു. അപ്പോ ഭാര്യ മക്കളുമായി ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു ഇതിനു മുമ്പ് തന്നെ. കാരണം ഇയാളുടെ കൂടെ നിന്നിട്ട് നമുക്ക് പ്രയോജനമില്ല, നമ്മൾ പത്നിയാവുള്ളൂ പറഞ്ഞിട്ട് അവര് പോവുകയും ചെയ്തു. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ് അയാൾക്ക് ബോധോദയം ഉണ്ടാകുന്നത്. ജനോമേ സുഖദുഃഖഹേതുഹു 11ാം സ്കന്ധത്തിൽ പറയുന്നുണ്ട്. ഈ ജനങ്ങൾ ആരുമല്ല എന്റെ സുഖത്തിനും ദുഃഖത്തിനും കാരണം എന്ന് പറയുന്നുണ്ട്. മനഃപരം കാരണം മാമയന്തി, എന്റെ മനസ്സിന്റെ ചഞ്ചലത കൊണ്ടാണ് എനിക്ക് ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഈ ലോകം എന്ന് പറയുന്നത് മനുഷ്യനെ എത്രത്തോളം തരം താഴ്ത്തും എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മള് 3ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ടായിരുന്നില്ല, കാമ ഏഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ. ആ രജോ ഗുണത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഈ കാമം, അതുപോലെ തന്നെ ക്രോധം. അത് എന്താന്നാ പറഞ്ഞിരിക്കുന്നത്? മഹാചനോ മഹാപാത്മാ വിദ്യ ഏനം വൈര്യണം. ഇത് മഹാപാപമാണ്, വിദ്യേഹം. ഇത് നീ അറിയണം അർജുന. ഏറ്റവും വലിയ ശത്രു, മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ് കാമവും ക്രോധവും. ഇത് രണ്ടും ഉണ്ടാകുന്നത് രജോ ഗുണത്തിൽ നിന്നാണ്. രജോ ഗുണം നല്ലതാണോ ചീത്തയാണോ? രജോ ഗുണം ചീത്തയാണ്. കാരണം എന്താണ്? ഒരിക്കലും രജോ ഗുണത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണ്? എന്തെങ്കിലും ആഗ്രഹിച്ച് കിട്ടിയില്ലെങ്കിലോ പിന്നെ അത് ക്രോധത്തിൽ എത്തിച്ചേരും. ക്രോധാത് ഭവതി സമ്മോഹാത് സ്മൃതി വിഭ്രമ, സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. മനുഷ്യന്റെ ബുദ്ധി തന്നെ നശിച്ചു പോകും എന്നുള്ളതാണ് പറയുന്നത് ഈ കാമവും ക്രോധവും കൊണ്ട്. ആ കാമവും ക്രോധവും ഉണ്ടാകുന്നത് രജോ ഗുണത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ രജോ ഗുണം നമ്മളെപ്പോലെയുള്ള ഭക്തർക്ക് ഒട്ടും തന്നെ ചേർന്നതല്ല എന്നുള്ളതാണ് ശ്രീരാപ്രഭാകർ കൺക്ലൂഡ് ചെയ്യുന്നത്. ശ്ലോകം 13. ശ്ലോകത്തിൽ തമോ ഗുണത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്രകാശോ അപ്രവൃത്തിശ്ച പ്രമാദോ മോഹ ഏവച തമസ്യേതാനി ജായന്തേ വിവൃതേ കുരു നന്ദന. അപ്രകാശോ അപ്രവൃത്തിശ്ച പ്രമാദോ മോഹ ഏവച തമസ്യേതാനി ജായന്തേ വിവൃതേ കുരു നന്ദന. അപ്രകാശോ അപ്രവൃത്തിശ്ച
പ്രമാദോ മോഹ ഏവ ച തമസ്യേതാനി ജായന്തേ വിവൃതേ കുരു നന്ദന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്രകാശോ അപ്രതീച്ച പ്രമാദോ മോഹയേവ ച തമസ്യേതാനി ജായന്തേ വിവൃത്തേ കുരു നന്ദന. ഹരേ കൃഷ്ണ. ഓം ഹരേ ഗുരുഭ്യോ കൃഷ്ണ. നമഃ. അപ്രകാശോ അപ്രതീച്ച പ്രമാദോ മോഹ ഏവ ച തമസ്യേതാനി ജായന്തേ വിവൃതേ കുരു നന്ദന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു. അപ്രകാശോ പ്രവർത്തി ച പ്രമാദോ മോഹ ഏവ ച തമസ്യേതാനി ജായന്തേ വിവൃതേ കുരു നന്ദന. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്രകാശോ അപ്രവർത്തിശ്ച പ്രമാദോ മോഹയേവ ച തമസ്യേതാനി ജായന്തേ വിവർത്തേ കുരുനന്ദനാഃ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 13. അപ്രകാശോ പ്രവർത്തിശ്ച പ്രമാദോ മോഹ ഏവ ച തമസ്യേതാനി ജായന്തേ വിവൃത്തേ കുരു നന്ദന. ഹരേ കൃഷ്ണ. ഓം ഭഗവതേ വാസുദേവായ. ഓം ഗുരുഭ്യോ നമഃ. അപ്രകാശോ അപ്രവൃത്തിശ്ച പ്രമാദോ മോഹ ഏവ ച തമസ്യേതാനി ജായന്തേ വിവൃത്തേ കുരു നന്ദന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലാപ്രഭുവാരുടെ വിവർത്തനവും ഭാവാർത്ഥവും. കുരുനന്ദന, ഹേ കുരുനന്ദന, തമസി തമോ ഗുണം വിവൃതെ വർദ്ധിക്കുമ്പോൾ അപ്രകാശ തേജസ്സില്ലായ്മ, അപ്രവൃത്തി അകർമ്മണ്യത, പ്രമാദ പ്രമാദം, മോഹ വ്യാമോഹം, ഏതാനി ഏവച്ച ഇവയെല്ലാം ജായന്തേ പ്രകടമാകുന്നു. ഹേ കുരുനന്ദന, തമോ ഗുണം വർദ്ധിക്കുമ്പോൾ തേജസ്സില്ലായ്മ, അകർമ്മണ്യത, പ്രമാദം, വ്യാമോഹം ഇവയെല്ലാം പ്രകടമാകുന്നു. അപ്പോ ചില വ്യക്തികളെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. കാരണം അവരുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഒരു തേജസ്സും ഉണ്ടാകില്ല. വലിയ ശരീരമൊക്കെ ഉണ്ടാകും, പക്ഷെ മുഖത്ത് നോക്കിയാൽ ഒരു തേജസ്സും അവർക്ക് കാണില്ല. നല്ല തിളങ്ങുന്ന വസ്ത്രമൊക്കെ ധരിച്ചു വരും, പക്ഷെ അവരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇയാൾ ഇവിടുന്ന് ഉറക്കത്തിൽ നിന്നിട്ട് വരികയാണ് എന്ന് തോന്നും. അങ്ങനെ ഒരു തേജസ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള ജ്ഞാനവും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ശ്രീലപ്രഭുവാര് പറയുന്നത്. കാരണം ഈ താമസ സ്വഭാവത്തിലുള്ളവര് അവരൊന്നും തന്നെ ഒരു പ്രത്യേകിച്ച് ഒരു നിയന്ത്രിത തത്വങ്ങൾക്ക് അനുസരിച്ചിട്ടല്ല അവർ പ്രവർത്തിക്കുന്നത്. അവരവരുടെ തന്നിഷ്ടം പോലെ ഒരാളുടെയും ഉപദേശങ്ങൾ ശ്രവിക്കാതെ പ്രവർത്തിക്കാനാണ് അവർക്ക് പൊതുവെ താല്പര്യം. അവർക്ക് നല്ല തണ്ടും തൊടിയൊക്കെ ഉണ്ടാവും, അധ്വാനശേഷി ഉണ്ടാകും, പക്ഷെ എന്നിരുന്നാലും അവര് അത് ഉപയോഗിക്കാനായിട്ട് തുനിയില്ല. അത് വെറുതെ പാഴാക്കി കളയും. പൊണ്ണത്തടിയന്മാരെ പലരെയും പറയാറുണ്ടല്ലോ. അവർക്ക് ആരോഗ്യമൊക്കെ ഉണ്ട്, പക്ഷെ ആ ആരോഗ്യം അവർ നല്ല കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല. അപ്പൊ അതിനെയാണ് ഈ ശ്രീപ്രഭുവാർ പറഞ്ഞത് വ്യാമോഹം എന്ന് പറയുന്നത്. അവര് ബോധാവസ്ഥയിലാണ് എന്നുണ്ടെങ്കിലും അവരുടെ ജീവിതം കർമ്മരഹിതമാണ്. അവർ ഒരു പ്രവൃത്തികളും ചെയ്യാത്ത മടിയന്മാരാണ് പൊതുവെ. ഇതൊക്കെയാണ് താമസ സ്വഭാവികളുടെ ലക്ഷണങ്ങൾ. അതൊക്കെയാണത് അപ്രകാശ. അപ്പോ അവർക്ക് യാതൊരു തേജസ്സും ഉണ്ടാവില്ല. അങ്ങനെ തേജസ് ഇല്ലാത്തടത്ത് ജ്ഞാനവും ഉണ്ടാവില്ല. പിന്നെ അപ്രവൃത്തി, അവര് ഒന്നും ചെയ്യില്ല. അവരാരും നിയന്ത്രിക്കപ്പെടാനായിട്ട് ആഗ്രഹിക്കുമില്ല. ഇപ്പോ ശ്രീപ്രഭുവാ ഒരു ഉദാഹരണം പറയുന്നത് ഹിരണ്യകശിപു, രാവണൻ, അങ്ങനെ രാക്ഷസന്മാരെ പറ്റിയിട്ട് പറയുന്നത്. അവര് മറ്റുള്ളവരെ പരിക്കേൽപ്പിക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ ഉദ്ദേശിച്ചിട്ടുള്ള പ്രവൃത്തികളാണ് അവർ ചെയ്യുക. മറ്റുള്ളവർക്ക് നല്ലത് വരുന്ന യാതൊരു പ്രവൃത്തികളും അവർ ചെയ്യില്ല. വലിയ തപസ്സുകളൊക്കെ ആയിരിക്കും. ഇപ്പോ
പക്ഷെ ആ തപസ് കൊണ്ട് അവർ എന്താണ് നേടുന്നത്? ബ്രഹ്മദേവനെ തപസ് ചെയ്തിട്ട് അവർ ആവശ്യപ്പെടുന്ന വരം എന്താണ്? എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാനാകണം. ആ ശക്തി കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തിനു വേണ്ടിയാണ് അവർ ഉപയോഗിക്കുന്നത്? നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗിക്കുന്നില്ല. ദുഷ്പ്രവൃത്തികൾക്ക് വേണ്ടിയാണ് അവർ അത് ഉപയോഗിക്കുന്നത്. പക്ഷെ എന്ത് പറ്റി? അവസാനം സ്വയം ഭഗവാന്റെ കൈകൊണ്ട് തന്നെ അവർക്ക് മൃത്യു വരിക്കേണ്ടി വന്നു. അപ്പോ അവർക്ക് കഴിവുണ്ടായിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. കാരണം എന്താണ്? അവരുടെ ആ തമോ ഗുണത്തിലായതുകൊണ്ട് അവർക്ക് ഒരു തരത്തിലുള്ള ആ ജ്ഞാനം ഇല്ല. തൻ്റെ ആ ശക്തിയും ബുദ്ധിയും എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളത് അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അവസാനം ബ്രഹ്മദേവന് പോലും അവരെ വരം കൊടുത്ത ബ്രഹ്മദേവന് പോലും അവരെ രക്ഷിക്കാനായിട്ട് സാധിക്കാത്ത വിധത്തില് ഭഗവാൻ തന്നെ സ്വയം വന്നിട്ട് അവരെ ഹിംസിക്കും. കൃഷ്ണരക്ഷമാരേക്ക് കൃഷ്ണന്മാരെ രക്ഷയ്ക്ക്. ഇപ്പൊ കൃഷ്ണന് ഒരാളെ വധിക്കണം എന്നുണ്ടെങ്കിൽ ആർക്കും തന്നെ അയാളെ രക്ഷിക്കാനായിട്ട് സാധിക്കില്ല. അതേസമയം കൃഷ്ണൻ ഒരാളെ രക്ഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാലോ ആർക്കും തന്നെ അയാളെ വധിക്കാനും സാധിക്കില്ല. ഇപ്പൊ പ്രഹ്ലാദിനെ ഏതൊക്കെ തരത്തില് വധിക്കാനായിട്ട് ഹിരണ്യകശിപു സ്വന്തം പിതാവ് ശ്രമിച്ചു. പക്ഷെ എല്ലാ സമയവും ഭഗവാൻ കൊച്ചു കുട്ടിയായിട്ടുള്ള പ്രഹ്ലാദന്റെ രക്ഷയ്ക്കെത്തി. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ചെയ്തിട്ടും ഹിരണ്യകശിപുവിന് പ്രഹ്ലാദിനെ വധിക്കാനായിട്ട് സാധിച്ചില്ല. പിന്നെ തമോ ഗുണത്തിലുള്ള പ്രവൃത്തികളുടെ പ്രത്യേകത വേറെന്തൊക്കെയാണ്? അതിന് അടുത്ത 17-ാം അധ്യായത്തിലെ കൃമനെ പറ്റി കൂടുതൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഈ അർഹത അർഹിക്കാത്തവർക്ക് ദാനം കൊടുക്കുക, ഇതൊക്കെ തമോ ഗുണത്തിലുള്ള പ്രവൃത്തികളാണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ കാരണം എന്താണ്? അർഹത അർഹിക്കാത്തവർക്ക് എന്ന് പറയുമ്പോൾ ഈ ചിലവർ ദാനമൊക്കെ സ്വീകരിച്ചിട്ട് അത് കൊണ്ടുപോയിട്ട് ലഹരി പദാർത്ഥങ്ങളൊക്കെ വാങ്ങിച്ചു കഴിക്കും, അല്ലെങ്കിൽ ചൂത് കളിക്കാനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഈ കൊടുത്ത ആൾക്കും കൂടെ അതിൻ്റെ ആ ഫലം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ദാനങ്ങളെല്ലാം തമോ ഗുണത്തിലുള്ള ദാനങ്ങളാണ്. അപ്പൊ അത് നമ്മൾ അങ്ങനെയുള്ള ദാനങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ദാനം നമ്മൾ അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാനായി പാടുള്ളൂ. പിന്നെ വിധിഹീനം, അതായത് ഈ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ആ വിധികൾ അനുസരിക്കാതെയുള്ള കർമ്മങ്ങൾ ചെയ്യാം, അതും തമോ ഗുണത്തിലുള്ള ലക്ഷണങ്ങളാണ്. പിന്നെ പറഞ്ഞിരിക്കുന്ന കാരണം എന്താണ്? അസൃഷ്ടാന്നം, ഈ പ്രസാദ വിതരണം, അത് നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മൾ മനുഷ്യരായിട്ട് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രസാദ വിതരണം നടത്തണം. കാരണം പ്രസാദ വിതരണത്തെ കൂടെ നമുക്ക് മറ്റുള്ള ജീവജാലങ്ങളെ നമുക്ക് അവരെ നല്ല ഗുണത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. വെറുതെ ഭക്ഷണം കൊടുത്തുകൊണ്ടായില്ല, ഭഗവാനെ നിവേദിച്ച പ്രസാദം നമ്മൾ വിതരണം ചെയ്യണം. അങ്ങനെ ചെയ്യാത്തവരും ഈ തമോ ഗുണത്തിലുള്ളവരാണെന്ന് പറയുന്നുണ്ട്. പിന്നെ മന്ത്രഹീനം, മന്ത്രോച്ചാരണം കൂടാതെ ഈ യജ്ഞങ്ങളൊക്കെ അനുഷ്ഠിക്കുക. ഓരോ യജ്ഞങ്ങൾക്കും ഓരോ തരത്തിലുള്ള ആ മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രം കൂടാതെ വേറെ ഷോയ്ക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ പേരിന് വേണ്ടി മാത്രം യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നതും അതും തമോ ഗുണത്തിലുള്ള പ്രവൃത്തികളാണ്. പിന്നെ അദക്ഷിണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂജാരിക്ക് ദക്ഷിണ കൊടുക്കാതിരിക്കുക. ഒരു പൂജാരിയെ വിളിച്ചിട്ട് ആളെ കൊണ്ട് യജ്ഞം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൂജാരിക്ക് നമ്മൾ ദക്ഷിണ കൊടുക്കണം. അങ്ങനെ ദക്ഷിണ കൊടുക്കാതെ നമ്മൾ യജ്ഞം നടത്തുക എന്നുണ്ടെങ്കിൽ അതും തമോ ഗുണത്തിലുള്ള പ്രവൃത്തിയാണ്. പിന്നെ ശ്രദ്ധാവിരഹിതം, വിശ്വാസമില്ലാതെ, ആദോ ശ്രദ്ധ, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിലെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അതിലുള്ള ആ വിശ്വാസമാണ്. ഇപ്പോ പാലാഴി കടഞ്ഞ സമയത്ത് കാളകുട വിഷം പുറത്തു വന്നു. അപ്പൊ ആരും തന്നെ അത് സ്പർശിക്കാൻ പോലും തയ്യാറായില്ല. പക്ഷെ മഹാദേവൻ എന്ത് ചെയ്തു? മഹാദേവൻ ആ കാളകുട വിഷം എടുത്തിട്ട് പാനം ചെയ്തു. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരുന്നു, ഭഗവാൻ എന്നെ കാത്തുരക്ഷിച്ചോളും. കാരണം ഞാനിത് ചെയ്യുന്നത് ലോകത്തിൽ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പൊ ഞാനത് പാനം ചെയ്യുകയാണെന്ന് തീർച്ചയായിട്ടും ഭഗവാൻ എന്നെ രക്ഷിക്കും എന്നുള്ള ആ വിശ്വാസം ഉള്ളത് കൊണ്ട് യാതൊരു മടിയും കൂടാതെ മഹാദേവൻ ആ വിഷം എടുത്ത് പാനം ചെയ്തു. അപ്പോ അതിനാണ് വിശ്വാസം, ശ്രദ്ധ എന്ന് പറയുന്നത്. ശ്രദ്ധാവിരഹിതം,
അങ്ങനെ ശ്രദ്ധയില്ലാതെ നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതും തമോ ഗുണത്തിലുള്ള പ്രവൃത്തികളാണ്. പിന്നെ അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ തമോ ഗുണത്തിലുള്ളതാണ്. അകർമ്മണ്യത, തേജസ്സില്ലായ്മ, വ്യാമോഹം, പ്രമാദം, ഇതെല്ലാം തമോ ഗുണത്തിലുള്ളവരുടെ ലക്ഷണങ്ങളാണ് എന്നതാണ് ഇവിടെ ഈ 13ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 14. ഇനി രജോ ഗുണത്തിൽ സത്വഗുണത്തിലുള്ളവര് അവരുടെ ജീവിതാവസാനം അവർക്ക് എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. യഥാ സത്വേ പ്രവൃദ്ദേത്തു പ്രളയം യാതി ദേഹഭൃത് തതോത്തമവിദാം ലോകാൻ അമലാൻ പ്രതിപദ്യതേ. യഥാ സത്വേ പ്രവൃദ്ദേത്തു പ്രളയം യാതി ദേഹഭൃത് തതോത്തമവിദാം ലോകാൻ അമലാൻ പ്രതിപദ്യതേ. യഥാ സത്വേ പ്രവൃद्धേതു പ്രളയം യാതി ദേഹഭൃത് തതോത്തമവിദാം ലോകാൻ അമലാൻ പ്രതിപദ്യതേ. ഹരേ കൃഷ്ണ. യഥാ സത്വേ പ്രവൃത്തേതു പ്രളയം യാതി ദേഹഭൃത് തതോത്തമവിദാം ലോകാൻ അമലാൻ പ്രതിപദ്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. യഥാ സത്വേ പ്രവൃത്തേതു പ്രളയം യാതി ദേഹഭൃത് തതോത്തമവിദാം ലോകാൻ അമലാൻ പ്രതിപദ്യതേ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യഥാ സത്വേ പ്രവൃത്തേതു പ്രളയം യാതി ദേഹഭൃത് തതോത്തമവിദാം ലോകാൻ അമലാൻ പ്രതിപദ്യതേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗുരുഭ്യോ നമഃ. യഥാ സത്വേ പ്രവൃത്തേതു പ്രളയം യാതി ദേഹഭൃത് തതോത്തമവിദാം ലോകാൻ അമലാൻ പ്രതിപദ്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുവാരുടെ വിവർത്തനവും ഭാവാർത്ഥവും. യഥാത്തോ എപ്പോഴാണോ സത്വഗുണം പ്രവൃത്തി വർദ്ധിച്ചിരിക്കുന്നത് തഥാ അപ്പോൾ ഉത്തമവിദാം സാത്വികർ യഥാത്തു എപ്പോഴാണോ സത്വഗുണം പ്രവൃത്തി വർദ്ധിക്കുമ്പോൾ പ്രളയം യാതി മരിക്കുന്നത് തഥാ അപ്പോൾ ദേഹി അമലാൻ നിർമ്മലങ്ങളായ ലോകാൻ ഉത്കൃഷ്ട ലോകങ്ങളെ പ്രതിപദ്യത്തെ പ്രാപിക്കുന്നു. സാത്വികർ എപ്പോഴാണോ സത്വഗുണം വർദ്ധിക്കുമ്പോൾ മരിക്കുന്നത് അപ്പോൾ ദേഹി നിർമ്മലങ്ങളായ ഉത്കൃഷ്ട ലോകങ്ങളെ പ്രാപിക്കുന്നു. ഇപ്പോ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ എപ്രകാരമാണ് 3 ഗുണങ്ങൾ മനുഷ്യരെ ഈ ഭൗതിക ലോകത്തിൽ ബന്ധിച്ചിടുന്നത് എന്നതിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ നമ്മുടെ ശരീരം വെടിയുന്ന സമയത്ത് അല്ലെങ്കിൽ ജീവിതാവസാനം എപ്രകാരമാണ് ഈ ഗുണങ്ങൾ നമ്മളെ ബാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ അടുത്ത ശ്ലോകങ്ങളിൽ നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സത്വഗുണത്തിലുള്ളവര് മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോ വ്യത്യസ്തരായിട്ടുള്ള ജീവാത്മാക്കൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള ഗ്രഹങ്ങളുണ്ട്. സത്വഗുണത്തിലുള്ളവര് അവര് മരിക്കുമ്പോൾ അവരെവിടെ പോകുന്ന പറഞ്ഞിരിക്കുന്നത് ഈ അമലാൻ ലോകാൻ ഋഷിമാരും ഭക്തന്മാരും വസിക്കുന്ന ഗൃഹങ്ങളിലേക്ക് പോകും. അപ്പോ അവർക്ക് താഴോട്ടുള്ളവർക്ക് മുകളിലോട്ടാണ് അവരുടെ പോക്ക്, ഉപരിലോകങ്ങളിലേക്ക്. സത്വഗുണത്തിലുള്ളവര് ശരീരം ത്യജിക്കുമ്പോൾ ആ ഗുണത്തിന്റെ പ്രഭാവം കൊണ്ട് തന്നെ അവര് ഉപരിഗ്രഹത്തിലേക്ക് പോകും. അവിടെ അവർക്ക് സുഖവും സന്തോഷവും ആർജിക്കാനായിട്ട് സാധിക്കും. കാരണം എന്താണ്? നമ്മളുടെ ആ ശരീരം വെടിയുന്ന സമയത്ത് എന്താണോ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ, അതനുസരിച്ചിട്ടാണ് നമുക്ക് അടുത്ത ശരീരം കിട്ടുന്നത്. നമ്മൾ 8ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചിരുന്നു. യം വാപി സ്മരൺ ഭാവം ത്യജത്യന്തേ കളേവരം തം തമേവ ഇതി കൗന്ദേയ സദാ തദ്ഭാവ ഭാവികഃ. കളേവരം, നമ്മൾ ശരീരം ത്യജിക്കുന്ന സമയത്ത് സ്മരൺ ഭാവം, നമ്മൾ ഏത് ഭാവത്തെയാണ് നമ്മൾ സ്മരിക്കുന്നത്, നമ്മൾ ആ ഭാവത്തെ നമ്മൾ
സ്വീകരിക്കും അടുത്ത ജന്മത്തിൽ എന്നുള്ളതാണ് പറയുന്നത്. 11ാം സ്കന്ധത്തിലെ എപ്രകാരമാണ് ഈ വേട്ടാളൻ വംശവർധന ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഏതെങ്കിലും അല്ലാതെ ഇത് മുട്ടയിട്ട് പെരുകുന്ന ഒരു സ്വഭാവം വേട്ടാളനില്ല. ഏതെങ്കിലും പുഴുവിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഈ മണ്ണിന്റെ ദ്വാരത്തിനകത്ത് വെച്ചിട്ട് വേട്ടാളൻ അതിന്റെ മുമ്പിൽ കാവലിരിക്കും. അപ്പോൾ വേട്ടാളന്റെ കണ്ണ് ഇങ്ങനെ തുറച്ചിട്ടാണ് ഇരിക്കുക. അപ്പോൾ അത് കണ്ട് 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 ആ പുഴു അവസാനം ദേഹത്യാഗം ചെയ്യും. പക്ഷെ ആ പുഴുവിന്റെ ആ മനസ്സ് എപ്പോഴും ആ വേട്ടാളനെ തുറച്ചു നോക്കുന്നതായിട്ട് കാണുന്നത് കാരണം ആ പുഴു ഒരു വേട്ടാളനായിട്ട് മാറും പതുക്കെ പതുക്കെ. അപ്പൊ അതാണ് നമ്മുടെ ആ ജീവിതാവസാനത്തിൽ നമ്മുടെ ചിന്തകൾ അനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ അടുത്ത ജന്മം നമുക്ക് കിട്ടുന്നത്. അത് ചിലപ്പോൾ ഉപരിലോകങ്ങളിലാവും, ചിലപ്പോൾ ഈ ഭൗതിക ലോകത്തിൽ തന്നെയാവും, അതല്ലെങ്കിൽ അധോ ലോകങ്ങളിലായിരിക്കും. അപ്പൊ സത്വഗുണത്തിന്റെ ആ ഭാവത്തോട് കൂടിയിട്ടാണ് ശരീരം ത്യജിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ അത്തരത്തിലുള്ള ആ ഗുണങ്ങൾക്ക് ഉതകുന്ന ലോകവും ആ ഗുണങ്ങൾക്ക് ഉതകുന്ന തരത്തിലുള്ള ശരീരവും ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പൊ രജോ ഗുണത്തിലാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു രാജകുടുംബത്തില്, അല്ലെങ്കിൽ സ്വർഗലോകങ്ങളില്, അല്ലെങ്കിൽ ധനിക കുടുംബത്തില് ഒക്കെ ആയിരിക്കും അവർക്ക് ഈ അടുത്ത ജന്മം കിട്ടുന്നത്. നമ്മള് 2ാം അധ്യായത്തിൽ നമ്മൾ ഭഗവാൻ അർജുനോട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. യഥശ്ചയാ ചോപപന്നം സ്വർഗദ്വാരം അപാവൃതം സുദിന ക്ഷത്രിയ പ്രാത ലഭന്തേ യുദ്ധമേദർശം. ക്ഷത്രിയര് എപ്പോഴും രജോഗുണത്തിലുള്ളവരാണ്. അവരെപ്പോഴും ഒരു നല്ലൊരു യുദ്ധം കിട്ടാനായിട്ട് കാത്തു നിൽക്കുകയാണ്. കാരണം എന്താണ്? അവർക്ക് അവരുടെ ആ ഒരു തൊഴിലതാണ് യുദ്ധം ചെയ്യുക എന്നുള്ളത്. അപ്പൊ അത് അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു യുദ്ധം കിട്ടിക്കഴിയുമ്പോൾ അതിൽ വേണ്ട വിധത്തിൽ അത് പ്രയോജനം ചെയ്യും. അപ്പോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ശ്ലോകത്തിലെ ഭഗവാൻ സ്വർഗദ്വാരം അപാവൃതം, ആ സ്വർഗത്തിലേക്കുള്ള കവാടം അങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ക്ഷത്രിയ യുദ്ധത്തിൽ മരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സ്വർഗത്തിലേക്കുള്ള കവാടം തുറന്നിട്ടിരിക്കുകയാണ്. അവർക്ക് വളരെ എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകാനായിട്ട് സാധിക്കും. പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ല. കാരണം സ്വർഗത്തിൽ പോയി കഴിഞ്ഞാലും കുറെ നാൾ അവിടെ പോയിട്ട് സുഖിനഹ, അവർക്ക് സുഖം അനുഭവിക്കാം. അത് കഴിഞ്ഞാലോ ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി, വീണ്ടും ആ പുണ്യത്തിന് ക്ഷയം സംഭവിക്കുമ്പോൾ അവർ ചെയ്തിരിക്കുന്ന ആ നല്ല പ്രവൃത്തികളുടെ ആ ക്രെഡിറ്റ് അവസാനിക്കുമ്പോൾ അവർക്ക് വീണ്ടും മർത്യലോകം വിശന്തി, വീണ്ടും ഈ ഭൗതിക ലോകത്തേക്ക് തിരിച്ചു വരേണ്ടി വരും. മഹാഭാരതത്തില് യുധിഷ്ഠിരൻ പറയുന്നുണ്ട് എപ്രകാരമാണ് ഒരു ക്ഷത്രിയൻ അവസാന നിമിഷത്തിൽ അയാളുടെ ആ മനസ്ഥിതിക്കനുസരിച്ചിട്ട് മറ്റുള്ള ലോകങ്ങളെ പ്രാപിക്കുന്നതിനെ പറ്റിയിട്ട് യുധിഷ്ഠിരൻ പറയുന്നുണ്ട്. അതായത് ഈ യുദ്ധം ചെയ്യാനുള്ള ആ ഒരു സ്പിരിറ്റോട് കൂടിയിട്ട് മരിക്കുന്ന ക്ഷത്രിയര് അവര് ഇന്ദ്രലോകത്തേക്ക് പോകും. അതുപോലെ തന്നെ നല്ല പ്രസന്നവദനരായിട്ട് യുദ്ധം ചെയ്ത് മരിക്കുന്നവര് ഒരു ഗന്ധർവ ലോകത്തേക്ക് പോകും. പിന്നെ പലരും ഈ ഒരു ആരോ നിർബന്ധിച്ചിട്ട് യുദ്ധരംഗത്തേക്ക് വിടുന്ന പോലെ ചിലരുണ്ടായിരിക്കും. അവര് പക്ഷെ യുദ്ധം ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല, അവർ വിമുഖരാണ്. പക്ഷെ എന്നിരുന്നാലും ഗതികേട് കൊണ്ട് അവർക്ക് യുദ്ധം ചെയ്യേണ്ടി വരികയാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള വിമുഖര് അവര് യക്ഷലോകത്തിലേക്ക് പോകും. പിന്നെ യുദ്ധത്തിന് വീരമൃത്യു വരിക്കുന്നവരോ അവര് ബ്രഹ്മലോകത്തിലേക്ക് പോകും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ അവസാന നിമിഷം എന്തായിരിക്കും നമ്മുടെ ചിന്ത, അതനുസരിച്ചായിരിക്കും നമുക്ക് അടുത്ത ലോകങ്ങളിലേക്കുള്ള യാത്ര. ഒരു കഥ പറയുന്നുണ്ട്. അതായത് ഒരു പോത്ത് ഒരു കുഴിയിൽ വീണു. അപ്പോ പോത്തിന് അതിൽ നിന്ന് കയറാനായിട്ട് സാധിക്കില്ല. പോത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും തമോ ഗുണത്തിലുള്ള ജീവിയാണ്. പക്ഷേ ആ പോത്ത് ആ സമയത്ത് ഒരു വേശ്യ സ്ത്രീ അവരവിടെ അടുത്തുണ്ടായിരുന്നു. അപ്പൊ അവര് വന്നിട്ട് അവർക്ക് പോത്തിനെ വലിച്ചു കയറ്റാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? വേശ്യയാണെന്നുണ്ടെങ്കിലും അവർ കുറച്ച് ഭക്തിയാണ്. അപ്പൊ അവരവിടെ ഇരുന്നുകൊണ്ട് ഭഗവത്ഗീത വായിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ഈ ഭഗവത്ഗീത കേട്ട് 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 ആ പോത്ത് ആ കുഴിയിൽ കിടന്നതിന്റെ ശരീരം തിരിച്ചു
അപ്പൊ തന്നെ ആ പോത്തിന് ഒരു ദിവ്യ ശരീരം കിട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അത് ഉപരിലോകങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തമോ ഗുണത്തിലുള്ള ഒരു പോത്തിന് പോലും അവസാന നിമിഷം ഭഗവത്ഗീത ശ്രവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പോലും ഉപരിലോകങ്ങളിലേക്ക്, ദിവ്യലോകങ്ങളിലേക്ക് പോകാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ പോലുള്ള മനുഷ്യരൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സത്വഗുണത്തിൽ മരിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും ഇല്ല. ഇപ്പൊ നമ്മള് ഇപ്പം മരിക്കാൻ കിടക്കുന്നവർക്ക് നമ്മള് ഗംഗാജലം വായിലൊഴിച്ചു കൊടുക്കും, അല്ലെങ്കിൽ തുളസി നെറ്റിയിൽ വെക്കും, തുളസി വെള്ളം കൊടുക്കും, പിന്നെ ഈ ഗോപിയും ചന്ദനം ശരീരത്തിലുള്ള സ്ഥലത്ത് നമ്മൾ തിലകം ഇട്ട് കൊടുക്കും, പിന്നെ മരിക്കാൻ കിടക്കുന്ന ആളുടെ അടുത്തിരുന്നുകൊണ്ട് നമ്മൾ നാമസങ്കീർത്തനം ചെയ്യും, ഗീതാപാരായണം ചെയ്യും. അതുപോലെ തന്നെ ഭഗവാന്റെ ആ ഫോട്ടോ അങ്ങനെ മരിക്കാൻ കിടക്കുന്ന ആൾക്ക് കാണാൻ ഭാഗത്തിന് ആ മുറിയിൽ വെക്കും. ഇതെല്ലാം തന്നെ ആ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ നമ്മളുടെ ആ മരിക്കുന്ന സമയത്തുള്ള ചേതന ഭഗവാനിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ്. പണ്ടൊരു 16 വർഷം മുമ്പ് ഒരു റഷ്യൻ മാതാജി ഇവിടെ ഉണ്ടായിരുന്നു, മായാപ്പൂർ. ഒരു ക്യാൻസർ ആയിട്ടാണ് മരിക്കുന്നത് അവസാന നിമിഷം. അപ്പൊ ഒരു ചെറിയൊരു മുറിയുള്ളൂ, ഒരു കഷ്ടി 100 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും പറയും. അതിൻ്റെ വേറെ കിച്ചണൊന്നുമില്ല, അതിനകത്ത് തന്നെയാണ് ഒരു കുക്കിങ്ങും ഇല്ല. അവരുടെ മുറിക്കകത്ത് ചുറ്റും അവരിങ്ങനെ ഭഗവാന്റെ ഫോട്ടോകൾ, സീലിങ്ങിൽ പോലും ഭഗവാന്റെ ഫോട്ടോകൾ ഇങ്ങനെ പതിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇനി അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല മരുന്ന്, കാരണം അവരുടെ ലാസ്റ്റ് സ്റ്റേജ് ആയി. അവർക്ക് അതിൽ യാതൊരു വിഷമം ഉണ്ടായിരുന്നില്ല, അവർ വളരെ പ്രസന്നയായിരുന്നു. അവർക്കറിയാം അവർ മരിക്കാൻ പോവുകയാണ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ആ കിടക്കയിൽ അങ്ങനെ കിടക്കുന്ന സമയത്ത് വേറൊരു മാതാജി ഇങ്ങനെ പുറത്തു കൂടെ ഒരു കല്യാണ ഘോഷയാത്ര പോകുന്ന ബാൻഡ് മേളൊക്കെ കേട്ടിട്ട് വന്നിട്ട് ഈ മാതാജിയോട് പറഞ്ഞു, മാതാജി ഭഗവാൻ വരുന്നുണ്ട്, മാതാജിയെ കൊണ്ടുപോകാനായിട്ട് പുറത്ത് ബാൻഡ് മേളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഉടനെ കിടക്കുന്ന സ്ത്രീ ചാടിയിട്ട്, അതെയോ, എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാൻ എന്നെ ദ്വാരകാധാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ. ഉടനെ അവർ അതിനു വേണ്ടി മരിക്കാൻ വേണ്ടി പുതിയ ഡ്രസ്സൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അവർ ആ ഡ്രസ്സൊക്കെ എടുത്ത് ധരിച്ചിട്ട് അതിന് വീണ്ടും കിടക്കയിൽ കിടന്നു. ആ ബാൻഡ് മേളം പോയി കഴിഞ്ഞപ്പോൾ അവരുടെ ശ്വാസവും നിലച്ചു. അവര് തീർച്ചയായിട്ടും ഭഗവാന്റെ കൂടെ ദ്വാരകാധാമത്തിലേക്ക് പോയിട്ടുണ്ടാവും, യാതൊരു സംശയവുമില്ല. അപ്പോ ഇതെല്ലാം നമുക്ക് ഉദാഹരണങ്ങളാണ് എപ്രകാരമാണ് നമ്മൾ അവസാന നിമിഷം ഭഗവാനെ സ്മരിച്ചുകൊണ്ട് സത്വഗുണത്തിൽ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപരിലോകങ്ങളിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ള ഉദാഹരണങ്ങളാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഉപരിലോകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉപരിലോകങ്ങളുണ്ട്. സനാതന ഗോസ്വാമി ബൃഹത് ഭാഗവതത്തില് എഴുതിയിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്. സ്വർഗലോകത്തിന് മുകളിൽ മഹർലോകം, മഹർലോകത്തിന് മുകളിൽ ജനലോകം, അതിനു മുകളിൽ ബ്രഹ്മദേവൻ വസിക്കുന്ന തപോലോകം, ഈ മുനിമാരും ഋഷിമാരൊക്കെ വസിക്കുന്ന തപോലോകം, അതിൻ്റെയും മുകളിൽ സത്യലോകം, ബ്രഹ്മദേവൻ വസിക്കുന്ന സത്യലോകം. പക്ഷെ അതിലും ഉപരിയാണ് വൈകുണ്ഠലോകം. അത് വൈകുണ്ഠലോകത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സത്വഗുണത്തിലുള്ളവർക്കും പോരാ, അതിനും ഉപരിയായിട്ട് വിശുദ്ധ സത്വഗുണത്തിലേക്ക് എത്തിച്ചേർന്നവർക്ക് മാത്രമേ വൈകുണ്ഠലോകങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. അതിലും ഉപരിയാണ് ഗോലോക വൃന്ദാവനം. ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിലോ ഹരിനാമം ഒന്നുകൊണ്ട് മാത്രമേ ഈ കലിയുഗത്തിൽ മനുഷ്യർക്ക് ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹരിഹർനാമ 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 ഇവ കേവലം കലവും നാസ്തൈവ ഗതിരന്യത. ഈ കലിയുഗത്തിൽ നമുക്ക് ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഹരിനാമം അല്ലാതെ വേറെ യാതൊരു വഴിയും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വളരെ പ്രധാനമാണ് നമ്മുടെ ഈ ഭഗവത്ഗീത പാരായണം, നാമസങ്കീർത്തനം, നാമജപം. ഇത് എല്ലാം തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന പ്രവൃത്തികളും ആണ്, അതുപോലെ തന്നെ മനുഷ്യർ ചെയ്യേണ്ട പ്രവൃത്തികളും ആണ്. ഇത്തരത്തിലുള്ള ഈ ജപാനുഷ്ഠാനം, യജ്ഞാനുഷ്ഠാനം, അതുപോലെ തന്നെ നാമസങ്കീർത്തനം, ഭഗവത്ഗീത പാരായണം, ഭഗവത്ഗീത ശ്രവണം, ഭാഗവത ശ്രവണം, ഇതെല്ലാം നമ്മൾ അനുഷ്ഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും സത്വഗുണത്തിന് ഉപരിയായിട്ട് വിശുദ്ധ സത്വഗുണത്തിലേക്ക് എത്തിച്ചേർന്നിട്ട്
ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകാനായിട്ടുള്ള പാത തുറന്നു കിട്ടും എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗ്രന്ഥരാജ ശ്രീമദ് ഭഗവത്ഗീത की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, निताय गौर प्रेमानंदे. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഈ 3 ഗുണങ്ങളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഈ 3 ഗുണങ്ങളെ എപ്രകാരം നമ്മുടെ ഈ ഭൗതിക ലോകത്തിൽ തളച്ചിടുന്നതിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം എന്നുള്ളതിനെ കുറിച്ച് ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. പ്രഭു, ഒരു സംശയം. നമ്മൾ പറഞ്ഞ് ദാനം ചെയ്യണമെന്ന് പറയുന്നല്ലോ. നമ്മൾ ഒരാൾക്കൊരു ഉപകാരം ചെയ്യുമ്പം അവര് നല്ലതെന്ന് തോന്നിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അത് അവര് കിട്ടിക്കഴിയുമ്പോ പിന്നെ അവരുടെ സ്വഭാവം മാറുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കണം. ഹരേ കൃഷ്ണ. ദ്വാരകയില് എപ്രകാരമാണ് നിങ്ങൾക്ക് രാജാവ് പല്ലിയായിട്ട് ജനിച്ചത് നമുക്ക് അറിഞ്ഞൂടെ? ഒരു ബ്രാഹ്മണന് നല്ലത് വെച്ചൊരു പശുവിനെ ദാനം ചെയ്തതാണ്. പക്ഷെ ആ പശു വീണ്ടും തിരിച്ചു തൊടുത്തിരിക്കുന്ന അതിനെ പിടിച്ച് വേറൊരു ബ്രാഹ്മണന് ദാനം ചെയ്തു. അപ്പൊ ആ ബ്രാഹ്മണൻ കോപിച്ച് നീ ഒരു പല്ലിയായിട്ട് ജനിക്കട്ടെ എന്നും പറഞ്ഞ് ശപിക്കുകയും ചെയ്തു. അപ്പൊ നല്ലതെന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്തത് എന്തുണ്ടായി? അവസാനം പല്ലിയായിട്ട് ജനിക്കേണ്ടി വന്നു രാജാവിന്. നമ്മുടെ ഒരു കർമ്മത്തിന്റെ കുഴപ്പമായിരിക്കും അത്. അതെ അതെ അതെ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ദാനം ചെയ്യുമ്പോ ഭഗവാന് നിവേദിച്ച പ്രസാദം ദാനം ചെയ്യൂ, അത് തന്നെ, മഹാമന്ത്രം ദാനം ചെയ്യൂ, ഭഗവത്ഗീത ദാനം ചെയ്യൂ, അല്ലെ? ഒരു 10 ഭഗവത്ഗീത സ്പോൺസർ ചെയ്യൂ രമ. ഹരേ കൃഷ്ണ.